തന്നെ കരമടക്കാം എന്ന് ഗവൺമെൻറ് സമ്മതിച്ചതാണ്. പിന്നീട് അതിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ളവരുടെ കേസും കുഴപ്പവും കൊണ്ടാണ് കരമടക്കാൻ സമ്മതിക്കാതിരുന്നത്. അവർ കോടതിയുടെ ഭാഗമായിട്ടാണ് തൽക്കാലം വേണ്ടാന്ന്. അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട മനുഷ്യനെ ഒരാളെയും എന്തിൻ്റെ പേരിലും കുടിയൊഴിപ്പിക്കാൻ പാടില്ല. എല്ലാ റവന്യൂ അവകാശങ്ങളുമാണ് വേണ്ടത്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന റവന്യൂ അവകാശങ്ങളെല്ലാം പുനഃസ്ഥാപിക്കുക. ഒരു പണം കൊടുത്ത് വാങ്ങിച്ച ഭൂമിയാണ്. 10-35 വർഷങ്ങളോളം എല്ലാ റവന്യൂ അവകാശവും ഉണ്ടായിരുന്നൊരു ഭൂമിയാണ്. അത് പെട്ടെന്ന് ഒരു ദിവസം ഇല്ലാതാകുകയാണ്. അതിന് കാരണം വഖഫ് രജിസ്റ്ററിൽ ഈ ഭൂമി ചേർത്തെടുത്തുകൊണ്ടാണ്. അപ്പോൾ അത് ഇല്ലാതാക്കി കഴിഞ്ഞെങ്കിൽ ഞങ്ങൾക്ക് എല്ലാ റവന്യൂ അവകാശങ്ങളും വീണ്ടും പുനഃസ്ഥാപിക്കുകയാണെങ്കിൽ അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതാണ് ശാശ്വത ഒരു പരിഹാരം. മാത്രമല്ല ഞങ്ങൾ ഈ സമരം ചെയ്യുന്നതെല്ലാം അതിനുവേണ്ടിയാണ്. നമസ്കാരം. ഇന്ന് ക്രിസ്മസ് ആണ്. ഈ ദിനത്തിലും സ്വന്തം ഭൂമിയിലെ റവന്യൂ അവകാശം പൂർണ്ണമായി സ്ഥാപിച്ചു കിട്ടണമെന്നും വർഷങ്ങളായി കഴിയുന്ന സ്ഥലത്ത് നിന്ന് തങ്ങളെ കുടിയൊഴിപ്പിക്കരുതെന്നും ആവശ്യപ്പെട്ട് ഒരു ജനത മുനമ്പത്ത് നിരാഹാര സമരത്തിലാണ്. 74 ദിവസം മുൻപ് തുടങ്ങിയതാണ് ഈ സമരം. വില കൊടുത്ത് വാങ്ങിയ ഭൂമിയിലെ അവകാശത്തിനായാണ് ഇവരുടെ പോരാട്ടം. കരം നൽകുന്നതിലുൾപ്പെടെ ഇന്നാട്ടുകാർക്ക് സ്വന്തം ഭൂമിയിൽ ഒരു റവന്യൂ അവകാശവുമില്ല. കരമടയ്ക്കാമെന്ന സർക്കാർ നിലപാട് ക്രിസ്മസ് അവധിക്ക് ശേഷം കോടതിയെ അറിയിച്ചാലും അത് ആശ്വാസം പകരുന്നതല്ല തങ്ങൾക്ക് എന്നിവർ പറയുന്നു. വഖഫായി രജിസ്റ്റർ ചെയ്ത ഭൂമിയിൽ കരമടച്ചാൽ തങ്ങളുടെ യഥാർത്ഥ പ്രശ്നത്തിന് പരിഹാരമാകില്ല എന്നാണ് നിലപാട്. മുനമ്പത്ത് ശാശ്വത പരിഹാരം വേണ്ടേ? ന്യൂസ് ഈവനിംഗ് വിശദമായി പരിശോധിക്കുന്നു. സ്വാഗതം. ഇനിയിപ്പോൾ അല്പസമയം മുൻപ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേതാക്കൾ മുനമ്പത്തെ സമരപ്പന്തലിൽ എത്തി. അവർ അവിടെ തുടരുന്നുണ്ട്. ഹൈബി ഈഡൻ MP, ജോസഫ് വാഴക്കൻ, ബെന്നി ബെഹനാൻ, DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉൾപ്പെടെയുള്ളവർ മുനമ്പത്ത് എത്തിയിട്ടുണ്ട്. സമരപ്പന്തലിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി വിഷ്ണു സുരേഷ് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. വിഷ്ണു, 74ാം ദിനമാണ് ഇവരുടെ നിരാഹാര സമരം തുടങ്ങിയിട്ട്. ഇന്ന് മറ്റാഘോഷങ്ങൾക്കൊന്നും പോകാതെ അവർ ആ സമരപ്പന്തലിൽ തന്നെ തുടരുകയാണ്. അപ്പോഴാണ് അവിടെ പ്രതിപക്ഷ നേതാവ് എത്തുന്നതും ഒക്കെ നമ്മൾ കാണുന്നു. നിലവിൽ ഇന്നിപ്പോൾ ഒരു തീരുമാനം വന്നിരിക്കുന്നത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്, അത് കോടതിയെ അറിയിക്കാൻ പോകുന്നു, കരമടയ്ക്കുന്നത്, അതായത് റവന്യൂ അവകാശം എന്നുള്ളതിലേക്ക്. പക്ഷെ അത് വലിയ പ്രയോജനപ്രദമല്ല എന്നിവർ വ്യക്തമാക്കുകയാണ്. ഇവർ പുതുതായി പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അനുജ, സർക്കാർ ഈ കരമടക്കാം എന്നനുമതി സത്യവാങ്മൂലം നൽകും എന്ന തീരുമാനത്തോട് പൂർണ്ണ തൃപ്തി ഈ സമരസമിതിക്കില്ല. അതിന് പ്രധാനപ്പെട്ട കാര്യം, ഇവർ നേരത്തെ കരമടക്കുന്ന ഘട്ടത്തിൽ ഈ വിവാദം 2022 വരെ ഇവർ കരം അടച്ചുകൊണ്ടിരുന്നതാണ്. അതിനുശേഷം ഈ കരമടക്കുന്ന ഈ വഖഫ് വിവാദം വന്നതിന് പിന്നാലെയും ഇവർ കരമടക്കാൻ ചെന്നിരുന്നു. അപ്പോഴും കരം അവിടെ സ്വീകരിച്ചു. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന പ്രശ്നം, ഈ കരമടക്കുന്ന റെസിപ്റ്റിൽ ലഭിക്കുന്നത് വഖഫ് ഭൂമിയിൽ താമസിക്കുന്ന ആൾ വഖഫിന് വേണ്ടിയിട്ട് കരമടച്ചു എന്നതായിട്ടാണ് ഈ റെസിപ്റ്റ് ലഭിക്കുന്നത്. അതാണ് ആ ആശങ്ക തന്നെയാണ് ഇവർ ഇപ്പോഴും പങ്കുവെക്കുന്നത്. അതുകൊണ്ട് ഈ റവന്യൂ രേഖകളും അതോടൊപ്പം തന്നെ റവന്യൂ അവകാശവും പൂർണ്ണമായി പുനഃസ്ഥാപിക്കാതെ തങ്ങൾ ഈ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുന്നു. ഈ കരമടക്കുക എന്നുള്ളത് ഒരു സാങ്കേതിക ആവശ്യമാണ്. അതിൽ അവർ പ്രധാനമായി ഉദ്ദേശിക്കുന്നത് അവർക്ക് ചില ലോണുകളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ വായ്പകളോ ഒക്കെ ലഭ്യമാകണമെങ്കിൽ കരമടച്ച റെസിപ്റ്റൊക്കെ വേണം. അപ്പോൾ അതിന് ഉതകുന്ന വിധത്തിൽ ഒരു നിയമനിർമ്മാണം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളാണ് അവർ ആഗ്രഹിക്കുന്നത്. അല്ലാതെ കരമടക്കുക എന്ന കേവലം സത്യവാങ്മൂലം കൊണ്ട് തങ്ങളുടെ ഈ സമരത്തിന് ഒരു മാറ്റവും ഉണ്ടാകില്ല, അതൊരു നടപടിയുമായി കണക്കാക്കാനാകില്ല എന്ന് സമരസമിതി നേതാക്കൾ വ്യക്തമാക്കുകയാണ്. 74ാം ദിവസത്തിലേക്ക് സമരം കടക്കുമ്പോൾ ഇന്ന് നിലവിൽ ഈ ആരും തന്നെ പ്രസംഗിക്കാതെ അവർ പാട്ടുപാടിയും നൃത്തം ചെയ്തുമെല്ലാം അവരുടെ പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തുകയാണ്. അല്പസമയം മുമ്പാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇങ്ങോട്ടേക്ക് എത്തിയത്. ഇന്ന് അദ്ദേഹവും സംസാരിക്കുന്നില്ല. അദ്ദേഹം ഇവരെ സമരക്കാരെ അഡ്രസ് ചെയ്ത് സംസാരിച്ചില്ല. പക്ഷേ മാധ്യമങ്ങളോട് അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ജനുവരി 4-ാം തീയതിയാണ് ഈ മുനമ്പം ഭൂമി സമരവുമായി ബന്ധപ്പെട്ട് ഏറ്റവും സുപ്രധാനമായ നീക്കം നടക്കാൻ പോകുന്നത്. അത് ഈ ജുഡീഷ്യൽ കമ്മീഷന്റെ ഹിയറിംഗ് ആണ്. 4-ാം തീയതി ആരംഭിക്കും. ഇതിനോടകം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഫാറൂഖ് കോളേജും സംസ്ഥാന സർക്കാരും എല്ലാം നിലപാടുകൾ ജുഡീഷ്യൽ കമ്മീഷനെ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം സമരസമിതി നേതാക്കൾ കഴിഞ്ഞ ദിവസം നേരിട്ട് തന്നെ ജുഡീഷ്യൽ കമ്മീഷനെ കണ്ട് തങ്ങളുടെ ആശങ്കകൾ അറിയിച്ചു. അവർ പ്രധാനമായും പറഞ്ഞത് ഇത് വഖഫ് ഭൂമി അല്ല എന്ന നിലപാടിൽ തന്നെ ആ നിലപാടാണ് അവർ അറിയിച്ചത്. ഇനി 4-ാം തീയതി കമ്മീഷൻ ഇങ്ങോട്ടേക്ക് എത്തി ഇവിടുത്തെ സ്ഥലങ്ങൾ പരിശോധിക്കും. 610 കുടുംബങ്ങളുടെ ഹിയറിംഗ് അന്നായി. നിലവിൽ അവിടെ നിരാഹാര സമരം തുടരുന്നു. ഇന്ന് ക്രിസ്മസ് ദിനത്തിൽ അവർ ആഘോഷങ്ങൾ വേണ്ട എന്ന് വെച്ച് അതേ സമരപ്പന്തലിൽ തന്നെ ആ നാട്ടുകാർ വന്ന് ഇരിക്കുകയാണ്. അവർ പാട്ടുപാടിയും ഒക്കെയുള്ള ചെറിയ
ആഘോഷ പരിപാടികൾ. അതല്ലാതെയുള്ള ക്രിസ്മസ് ആഘോഷം ഇന്ന് ആ ജനത്തിനില്ല. കാരണം വലിയ ആശങ്കയിൽ, വലിയ ഭീതിയിൽ കഴിയുകയാണ്. തങ്ങൾ അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെടുമോ തങ്ങളെ എന്നുള്ള ഏറ്റവും വലിയ ആശങ്ക. പാരമ്പര്യമായി കിട്ടിയ ഭൂമിയിൽ, അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുൻപ് തങ്ങളുടെ പിതാമഹന്മാരൊക്കെ വില കൊടുത്ത് വാങ്ങിയ ഭൂമിയിൽ താമസിക്കുകയാണ്. അവിടെ നിന്ന് തങ്ങളോട് ഇറങ്ങിപ്പോകാൻ പറയുമോ എന്നൊരു വലിയ ആശങ്ക. വിഷ്ണു, തുടരൂ. അനുജ, ആശങ്ക ഇപ്പോഴും 24-ാം ദിവസവും തുടരുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ക്രിസ്മസ് ദിനത്തിൽ പോലും അവർ വീട്ടിൽ ക്രിസ്മസ് ആഘോഷിക്കാതെ ഈ സമരപ്പന്തലിൽ എത്തി പ്രതിഷേധം നടത്തുന്നത്. പ്രതിപക്ഷ നേതാവ് ഈ സ്ഥലം സന്ദർശിച്ച് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അദ്ദേഹം ഒരുപക്ഷെ മാധ്യമങ്ങളെ കാണും. കോൺഗ്രസ് ഈ വിഷയത്തിൽ, UDF ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാടുകളും അതോടൊപ്പം തന്നെ സർക്കാർ ഈ വിഷയത്തിൽ ചില ഒളിച്ചുകളികൾ നടത്തുന്നു എന്നൊക്കെ നേരത്തെ UDF ആരോപിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങളൊക്കെ ഉണ്ടാകും. ഏകദേശം 1.5 മണിക്കൂറോളം ഇന്ന് ഈ ക്രിസ്മസ് ദിനത്തിൽ വി.ഡി. സതീശൻ ഈ സമരപ്പന്തലിലെത്തി സമരക്കാരുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പ്രസംഗത്തിന് ഇന്നവർക്ക് ആർക്കും അവസരമുണ്ടായില്ല എങ്കിൽ പോലും അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ട് ഈ വഖഫ് ഭൂമി വിഷയവും മുൻപും തർക്കവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ പ്രതികരണം നടത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ. നേരത്തെ UDF-ലൊക്കെ ഈ കാര്യത്തിൽ വഖഫ് ഭൂമിയാണോ എന്നൊക്കെ ഉള്ളതിലൊരു ഭിന്നതയുണ്ട് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. അതായത് പ്രതിപക്ഷ നേതാവ് ഇത് വഖഫ് ഭൂമിയല്ല എന്ന് അസന്നിഗ്ധമായി തുടക്കം മുതൽ തന്നെ പ്രഖ്യാപിക്കുന്ന നമ്മൾ കേൾക്കുമ്പോൾ മുസ്ലിം ലീഗിൽ നിന്ന് കേട്ടതൊരു ഭിന്ന സ്വരമാണ്. പിന്നീട് അദ്ദേഹം ആ ഒരു വാദഗതി അത് അത്ര ശക്തമായി ഉയർത്താൻ തയ്യാറായിരുന്നില്ല പ്രതിപക്ഷ നേതാവ് എന്നതും നമ്മൾ കണ്ടതാണ്. ഇനിയിപ്പോൾ ക്രിസ്മസ് ദിനത്തിൽ മുനമ്പത്ത് സമരം നടത്തുന്നവരെ സന്ദർശിച്ചിരിക്കുന്നു പ്രതിപക്ഷ നേതാവ്. ഒപ്പം MP-മാർ ഉൾപ്പെടെയുള്ള ഒരു സംഘം നേതാക്കളും അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട്. അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കും. ആ സമരപ്പന്തലിൽ ഇന്നിപ്പോൾ പ്രസംഗങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് അവരുടെ തീരുമാനം. അവർ പാട്ടുപാടിയൊക്കെയുള്ള ഒരു ചെറിയ ആഘോഷത്തിലാണ് ഇപ്പോൾ. പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ ഒരുങ്ങുന്നു. നേതാക്കളും അദ്ദേഹത്തിനൊപ്പമുണ്ട്. കോൺഗ്രസ് നേതാക്കൾ, മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ. കരമടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ആ നിലപാട് കോടതിയെ അറിയിക്കാൻ തീരുമാനമുണ്ടാകുന്നുണ്ട്. അഡ്വക്കേറ്റ് ജനറൽ അതിന്റെ റിപ്പോർട്ട് റവന്യൂ സെക്രട്ടറിക്ക് കൈമാറി. അത് നമ്മൾ അന്ന് വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്രിസ്മസിന് മുൻപായി ഈ വിഷയം തീർന്നില്ലെങ്കിൽ ക്രിസ്മസിന് നിങ്ങളോടൊപ്പം എത്തും എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ അന്ന് വന്ന ജനപ്രതിനിധികൾ എല്ലാവരും ഇന്ന് ഈ മുനമ്പം സന്ദർശിച്ചത്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത്, ഇനി ഞാൻ വാർത്തകൾ കണ്ടു, അതായത് ഇവരുടെ റവന്യൂ നികുതി സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുക്കുമെന്ന്. അത് കോടതി കൊടുക്കുമെന്നാണ്. കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്, ഡിവിഷൻ ബെഞ്ച്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത്രയും നാളായിട്ട് കൊടുത്തിട്ടില്ല എന്നാണ് കോടതിയിൽ ഒന്നാമത്തെ കാര്യം. സർക്കാരിൻ്റെ നിലപാട് ഇതുവരെ കോടതിയിൽ ഇവരുടെ നികുതി സ്വീകരിക്കാം എന്ന് ഇതുവരെ കൊടുത്തിട്ടില്ല. രണ്ടാമത്, അത് ഏത് ഉത്തരവാണ് ചെയ്തത്? ഇത് ഇവരുടെ നികുതി സ്വീകരിക്കാം എന്ന് പറഞ്ഞ് ഗവൺമെൻറ് ഒരു ഉത്തരവ് ഇറക്കിയിരുന്നു. ആ ഉത്തരവിൽ ചില അടിസ്ഥാനപരമായ തെറ്റുകളുണ്ട്. 2 ഉത്തരവുകൾ ഗവൺമെൻറ് ഇറക്കിയിട്ടുണ്ട്. ഈ 2 ഉത്തരവുകളിലും അടിസ്ഥാനപരമായ ചില തെറ്റ് പരിഹരിച്ചിട്ട് വേണം അത് കോടതിയിൽ കൊടുക്കാൻ വേണ്ടി. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് വഖഫ് ഭൂമി ആണെങ്കിലും ഇത് നികുതി സ്വീകരിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോടതി പറഞ്ഞത് വഖഫ് ഭൂമി ആണെങ്കിൽ നികുതി സ്വീകരിക്കാൻ പറ്റില്ല. കാര്യം മനസ്സിലായില്ല. അപ്പോൾ ആ തെറ്റുകൂടി തിരുത്തിയിട്ട് കൊടുത്താൽ മാത്രമാണ് ഇവരുടെ നികുതി സ്വീകരിക്കാൻ പറ്റുന്നത്. ഇത് കാപട്യമാണ്, സർക്കാരിൻ്റെ കാപട്യമാണ്. ഇതുവരെ കൊടുത്തില്ല. ഇത്രയും നാളായിട്ട് ഇവരെ സമരം 74-ാമത്തെ ദിവസം. ഇതുവരെ ഗവൺമെൻറ് അഫിഡവിറ്റ് കൊടുത്തിട്ടില്ല, കൊടുക്കാൻ പോകുന്നേ ഉള്ളൂ. 1. 2, അടിസ്ഥാനപരമായി ആദ്യ സർക്കാർ ഇറക്കിയ 2 ഉത്തരവിലെയും ചില തെറ്റുകളുണ്ട്. ആ തെറ്റ് പരിഹരിച്ചിട്ട് വേണം ഇത് കൊടുക്കാൻ. അഫിഡവിറ്റ് ഒരു തരത്തിലും ഇവർക്ക് ഗുണം ചെയ്യില്ല. ഇപ്പോൾ നൽകാൻ പോകുന്ന അഫിഡവിറ്റ്, ആ ഉത്തരവ് നിലനിൽക്കുമ്പോൾ ഇവർക്കത് ദോഷം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവ് അങ്ങനെ വരാൻ കാര്യം. സർക്കാർ ഇറക്കിയ ഉത്തരവിൻ്റെ അപാകതകളാണ് ഡിവിഷൻ ബെഞ്ച് ഇത് സ്റ്റേ ചെയ്യാൻ കാര്യം. ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടിൽ ഒരു ഫലം ഉണ്ടാകുമോ വിഷയം? അവർ ആ തെറ്റുകൂടി, ആ 2 ഉത്തരവുകളിലെ തെറ്റുകൂടി പരിഹരിച്ചിട്ട് അഫിഡവിറ്റ് കൊടുത്താൽ കോടതിയുടെ ഭാഗത്തു നിന്ന് അനുകൂലമായ നിലപാടുണ്ടാവുകയും ചെയ്യും. ഇവരുടെ പ്രശ്നത്തിന് ഒരു താൽക്കാലിക പരിഹാരം. നമ്മൾ ആവശ്യപ്പെടുന്നത് താൽക്കാലികമായി
നികുതി സ്വീകരിക്കലല്ല, ഇവർക്ക് പെർമനന്റ് ടൈറ്റിലാണ്. അതായത് അവർക്ക് ഇനി യാതൊരു കാലത്തും തലമുറകൾ മാറി വന്നാലും ഒരു തർക്കവും ഉണ്ടാകാത്ത തരത്തിലുള്ള പെർമനന്റ് റവന്യൂ ടൈറ്റിലാണ്, അവകാശമാണ് അവർക്ക് കൊടുക്കേണ്ടത്. ജുഡീഷ്യൽ കമ്മീഷൻ എന്നുള്ളത് സർക്കാരിന് ഒരു മറയാണോ? ഈ ജുഡീഷ്യൽ കമ്മീഷൻ എന്നത് സർക്കാരിന് ഒരു മറയാണോ? ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ വൈകിപ്പിക്കാനുള്ള? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചതും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തത് മനഃപൂർവ്വമായിട്ട് ഇത് വൈകിക്കാൻ വേണ്ടി ചെയ്തതാണ്. ഞാൻ ഇപ്പോഴും ഒരു നിലപാടിലാണ് നിൽക്കുന്നത്. 10 മിനിറ്റ് കൊണ്ട് സർക്കാരിന് പരിഹരിക്കാൻ പറ്റാവുന്ന വിഷയമാണ്. 10 മിനിറ്റ് അത് ചെയ്യില്ല. അപ്പോഴല്ലേ ഇത് കുഴപ്പമുണ്ടാക്കാൻ നോക്കിയതാ. പക്ഷേ ഞങ്ങൾ സമയോചിതമായി ഇടപെട്ടത് കൊണ്ടാണ് അങ്ങനെ ഒരു മതപരമായ സംഘർഷത്തിലേക്ക് ഇത് പോയില്ല. അത് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കും ക്രൈസ്തവ ബിഷപ്പുമാർക്കും അവരെല്ലാം അവസരത്തിനൊത്ത് ഉയർന്നതുകൊണ്ടാണ് ഇത് സംഘപരിവാറിന് ഒരു അജണ്ട ഉണ്ടായിരുന്നു, ഇതൊരു മതപരമായ വിഷയമാക്കി മാറ്റാൻ. അതിന് കൊടപിടിച്ചു കൊടുക്കുന്ന നടപടിയാണ് ഗവൺമെൻറ് സ്വീകരിച്ചത്. അത് നടന്നില്ല. കേരളത്തിൽ അത് നടത്താൻ ഞങ്ങളൊട്ട് സമ്മതിക്കുകയില്ല. അതാണിപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നത്. സർക്കാരിന്റെ തന്ത്രം എന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചതും അത് വൈകിപ്പിക്കാനുള്ള തന്ത്രം. ഒപ്പം തന്നെ കോടതിയിലേക്ക് ഇപ്പോൾ ഇത് കൊടുക്കുന്നു, ഇതുവരെ കൊടുക്കാത്തൊരു കാര്യം വളരെ വൈകി കൊടുക്കുന്നു. മറ്റൊന്ന്, സർക്കാർ നേരത്തെ പുറത്തിറക്കിയ ഉത്തരവിലുള്ള തെറ്റുകൾ, ആ പിഴവുകൾ തിരുത്താതെ കോടതിയിലേക്ക് പോയിട്ട് കാര്യമില്ല തുടങ്ങിയ വിഷയങ്ങളാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ഇന്ന് സമരപ്പന്തലിലെത്തി നേരത്തെ കൊടുത്തൊരു വാഗ്ദാനം പാലിക്കുകയാണ് ചെയ്തത്. ഇത് പരിഹാരമുണ്ടായില്ല എന്നുണ്ടെങ്കിൽ ക്രിസ്മസ് ദിനത്തിൽ അങ്ങോട്ടേക്ക് എത്തും എന്നുള്ളത് ഒരു വാഗ്ദാനമായിരുന്നു, അത് പാലിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്.